ഗ്രാമത്തിലെ നിശബ്ദതയെ തകർത്ത് മഴത്തുള്ളികൾ താളം കൊട്ടി പെയ്തു. ലക്ഷ്മിയമ്മ മുറിയിൽ ജനാലയിൽ കൂടി പുറത്തേക്ക് നോക്കി നിന്നു. മഞ്ഞുകൂടിയ പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ടതും വർണ്ണാഭമായ പൂക്കൾ കൊണ്ട് പരാവതാനി വിരിച്ചതുമായ ആ താഴ്വാരയിലേക്ക് കണ്ണുകൾ പായിച്ച് അവരേറെ നേരം നിന്നു. അവർ ഏറെ ക്ഷീണിക്കുകയും തളരുകയും ചെയ്തിരുന്നു. രാത്രി കിടന്നിട്ട് അവർക്ക് ഉറക്കം വരുന്നില്ല. അവർ തിരിച്ചും മറിഞ്ഞും കിടന്നു. ആ നിശബ്ദയാമങ്ങളിൽ അവരുടെ മനസ്സിലൂടെ 1000 ചിന്തകൾ മിന്നിമറഞ്ഞു. ആലോചിക്കും തോറും ആ മനസ്സിൽ വേലിയേറ്റമുണ്ടായി. കണ്ണുകൾ അവരറിയാതെ തന്നെ പൊട്ടിയൊഴുകുന്നു. മകൻ അഹാന് 3 വയസ്സുള്ളപ്പോഴാണ് അവൻ്റെ അച്ഛൻ മരിച്ചത്. ക്യാൻസർ എന്ന മഹാരോഗത്തിന് അടിമപ്പെട്ട് രാജേട്ടനെ അപ്പോളോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. റേഡിയേഷനും മരുന്നുമായിട്ട് നല്ലൊരു തുക വേണ്ടി വന്നു. ബാങ്ക് ബാലൻസ് ആശുപത്രി ചെലവുകൾക്കായി ഒഴുകിക്കൊണ്ടിരുന്നു. അഹാനെ ലക്ഷ്മിയമ്മയുടെ വീട്ടിലാക്കിയിട്ടാണ് അവർ ഭർത്താവിനോടൊപ്പം ഹോസ്പിറ്റലിൽ നിന്നത്. ഏകദേശം 2 മാസത്തോളം ആശുപത്രിയിൽ കഴിച്ചുകൂട്ടി. ഒരു സുപ്രഭാതം അയാൾ എല്ലാവരെയും വിട്ട് വേറൊരു ലോകത്തേക്ക് പോയി. ആ നിശബ്ദ നിമിഷങ്ങളിൽ എന്തു ചെയ്യണമെന്നറിയാതെ അവർ വിങ്ങിപ്പൊട്ടി. പ്രഭാതം പൊട്ടിവിടരാൻ ഒരുങ്ങി നിൽക്കുന്ന സമയം വീണ്ടും ഹോസ്പിറ്റൽ വാസത്തിന് ശേഷം പ്രിയപ്പെട്ടൻ്റെ ഓർമ്മകളിൽ മുഴുകി അവർ ലക്ഷ്മി വില്ലയിലേക്ക് മടങ്ങി. അപ്പോഴേക്കും കയ്യിലുള്ള സമ്പാദ്യമെല്ലാം തീർന്നിരുന്നു. ആദ്യമെല്ലാം ലക്ഷ്മി അമ്മയുടെ വീട്ടുകാർ അല്പം സഹായിച്ചിരുന്നു. പിന്നീടത് കുറഞ്ഞു വന്നു. പൂർണ്ണമായി നിലച്ചു. മകനെ വളർത്താനും ജീവിത ചെലവിനും യാതൊരു വഴിയുമില്ല. 1-2 പ്രാവശ്യം മകനെയും എടുത്ത് ജീവനെടുക്കാൻ തന്നെ തീരുമാനിച്ചു. അതിനായിട്ട് പുറപ്പെട്ടപ്പോഴൊക്കെ അവൻ്റെ നിഷ്കളങ്കമായ പുഞ്ചിരിയും ഓമനത്വമുള്ള മുഖവും അവരതിൽ നിന്നും പിന്തിരിപ്പിച്ചു. സുന്ദരിയായ ലക്ഷ്മിക്ക് ഒരു ജീവിതം കൊടുക്കാൻ തയ്യാറായി പലരും മുന്നോട്ട് വന്നു. തൻ്റെ ഭർത്താവിനെ മറന്നൊരു ജീവിതം തനിക്ക് വേണ്ടെന്ന് അവർ തീർത്തു പറഞ്ഞു. പിന്നീട് അവർ മകനു വേണ്ടി മാത്രം ജീവിച്ചു. അവർ വീടുകളിൽ പോയി മുറ്റടിച്ചും വിഴുപ്പലക്കിയും പാത്രം കഴുകിയും കിട്ടുന്ന വരുമാനം കൊണ്ടവർ ജീവിച്ചു. ഇതിനിടയിൽ മകനെ സ്കൂളിൽ ചേർത്തു. പല വീടുകളിലും പാർട്ട് ടൈം ജോലി ചെയ്ത് കിട്ടവർ കഠിനമായി അധ്വാനിച്ചു. ചെലവ് കഴിച്ച് കിട്ടുന്ന പണം അവർ മകൻ്റെ വിദ്യാഭ്യാസ ചെലവിനായിട്ട് ബാങ്കിൽ നിക്ഷേപിച്ചു. അഹാനെ പഠിക്കാൻ മിടുക്കനായിരുന്നു. സാധാരണയിലും കവിഞ്ഞ ബുദ്ധിയായിരുന്നു അവന്. 4ാം ക്ലാസ് മുതൽ അവന് നല്ല സ്കോളർഷിപ്പുകളും പാരിതോഷികങ്ങളും കിട്ടിത്തുടങ്ങി. വേദനയിലും കഷ്ടപ്പാടുകൾക്കും ഇടയിൽ തൻ്റെ മകൻ്റെ വളർച്ചയിൽ ആ അമ്മ അഭിമാനം കൊണ്ടു. വെയിലും മഴയും തളർച്ചയും ക്ഷീണവും വകവയ്ക്കാതെ അവർ അധ്വാനിച്ചു. വീട്ടിലെത്തിയ രാത്രി ഉറക്കമൊഴിച്ചും ബുദ്ധിമുട്ടിയും അവർ മെഴുകുതിരി നിർമ്മിച്ചും പപ്പടം ഉണ്ടാക്കി വിറ്റും വരുമാനം കണ്ടെത്തി. ഭർത്താവിൻ്റെ ആഗ്രഹം നിറവേറ്റുന്നവരെ തനിക്ക് വിശ്രമമില്ലെന്ന് അവർ തീരുമാനിച്ചു. മകനെ പഠിപ്പിച്ചൊരു ഡോക്ടറാക്കണമെന്നുള്ള ലക്ഷ്യം മാത്രമേ അവർക്ക് മുന്നിലുള്ളൂ. കാലം അതിവേഗം ഓടിക്കൊണ്ടിരുന്നു. അഹാനം വളർന്നുകൊണ്ടേയിരുന്നു. ആ അമ്മയുടെയും മരിച്ചുപോയ അച്ഛൻ്റെയും ആഗ്രഹം പൂർത്തീകരണം എന്ന നിലയിൽ അവന് മെറിറ്റിൽ MBBSന് തന്നെ സീറ്റ് ലഭിച്ചു. തണുപ്പുള്ള ആ രാത്രിയിൽ നീലമേഘങ്ങൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന നക്ഷത്രങ്ങളെ നോക്കി ആ അമ്മയും മകനും തങ്ങളുടെ സന്തോഷം പങ്കിട്ടു. ആ സമയത്ത് ആകാശത്തൊറ്റപ്പെട്ട ഒരു നക്ഷത്രം തെളിഞ്ഞു ജ്വലിച്ചു നിന്നിരുന്നു. അത് തൻ്റെ അച്ഛൻ തിളങ്ങുന്ന ഒരു നക്ഷത്രമായി ആകാശത്ത് ഉദിച്ചു തന്നെ അനുഗ്രഹിക്കുകയാണെന്ന് അഹാന് തോന്നി. വർഷങ്ങൾ അതിവേഗം ഓടിക്കൊണ്ടിരുന്നു. അഹാൻ്റെ MBBS കഴിഞ്ഞ് അവൻ MDക്ക് ചേർന്നു. അവിടെയും അവൻ ഉന്നത മാർക്ക് വാങ്ങി വിജയിച്ചു. വീടിനടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെ നിയമനം ലഭിച്ചു. അഹാൻ തൻ്റെ നിശബ്ദയാമങ്ങളിൽ തൻ്റെ അമ്മയെക്കുറിച്ചോർത്ത് അഭിമാനിക്കാറുണ്ട്. അവൻ്റെ എല്ലാ ഉയർച്ചയും കാരണഭൂതയായ തൻ്റെ പ്രിയപ്പെട്ട അമ്മ. 4-5 വർഷം ആ അമ്മയും മകനും എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി ജീവിച്ചു. അഹാന് വിവാഹപ്രായമെത്തി. ആ അമ്മ ഇടയ്ക്കിടെ അത് മകനെ ഓർമ്മിപ്പിച്ചു. അങ്ങനെ അമ്മയുടെ ഇഷ്ടപ്രകാരം അവൻ വിവാഹത്തിന് സമ്മതം മൂളി. പിറ്റേന്ന് തന്നെ ആ അമ്മ ബ്രോക്കർ രാമൻ നായരോട് വിവരം പറഞ്ഞു. അയാൾ കൊണ്ടുവന്ന ആലോചന 2 കൂട്ടർക്കും ഇഷ്ടപ്പെടുകയും അങ്ങനെ ആ വിവാഹം നടക്കുകയും ചെയ്തു. സുന്ദരമായ നീലാകാശത്തിൻ്റെ ചൂട്ടിൽ ശാന്തമായി ഒഴുകുന്ന പുഴയും പ്രകാശവർണ്ണങ്ങളും ഒളിച്ചു നിൽക്കുന്ന സന്ധ്യയുടെ ദൃശ്യങ്ങളും ലക്ഷ്മിയമ്മയുടെ മനസ്സിനെ ഏറെ സന്തോഷിപ്പിച്ചു. ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി. ലക്ഷ്മിയമ്മയുടെ ജീവിതത്തിലും മാറ്റങ്ങൾ വന്നു തുടങ്ങി. അഹാൻ്റെ സ്വഭാവത്തിലും മാറ്റങ്ങൾ വന്നു തുടങ്ങി. ഭാര്യ ആർദ്രയുടെ താളത്തിനൊത്ത് തുള്ളുന്നൊരു ഭർത്താവായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു അഹാൻ. ആർദ്ര ഒരു പ്രത്യേക സ്വഭാവക്കാരിയായിരുന്നു. അവൾ ലക്ഷ്മിയമ്മയോട് സംസാരിക്കുന്ന പോലും ദുർലഭമാണ്. വലിയ പൊങ്ങച്ചക്കാരിയായിരുന്നു. അഹങ്കാരിയാണ്. ഇല്ലാത്ത കുറ്റങ്ങൾ അവൾ ലക്ഷ്മിയമ്മയിൽ ചാർത്തി അഹാൻ്റെ മനസ്സിൽ വിഷം കുത്തിവെച്ചു. അഹാൻ വളരെയേറെ മാറിപ്പോയി. തനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് മകനെ ഉയർന്ന നിലയിലാക്കിയ അമ്മയെ അവൻ മറന്നു. അമ്മയെ കാണുന്നത് പോലും അവന് വെറുപ്പായി. നേരിലൊന്ന് സംസാരിക്കുകയോ ഒന്നുമില്ല. രാത്രിയുടെ നിശബ്ദയാമങ്ങളിൽ ഭർത്താവിൻ്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ ആ പാവം പൊട്ടിക്കരയും. ഉറക്കം വരാത്ത രാത്രികളിൽ തൻ്റെ വിധിയോർത്ത് അവർ തേങ്ങിക്കരയും.
വീട്ടിലെ ഒരു പണിക്കാരിയെ പോലും നിർത്താതെ ആ വീട്ടിലെ പണി മുഴുവൻ അവൾ ആ അമ്മയെ കൊണ്ട് ചെയ്യിപ്പിച്ചു. പരിഭവമോ പരാതിയോ പറയാതെ അവരെല്ലാം ഏറ്റെടുത്ത് ചെയ്തു. വയറു നിറയെ ആഹാരം കൊടുക്കാതെയും പീഡനങ്ങൾ കൊണ്ടും അവൾ അവരെ പൊറുതിമുട്ടിച്ചു. എല്ലാം കണ്ടിട്ടും കേട്ടിട്ടും അഹാൻ കണ്ടഭാവം നടിച്ചില്ല. അവൾക്കെതിരായ ഒരു വാക്കുപോലും അവനിൽ നിന്നും വന്നില്ല. അവരുടെ സ്വൈര്യവ്യവഹാരത്തിന് അമ്മ ഒരു തടസ്സമായി തോന്നി തുടങ്ങി. ആർദ്ര അഹാനോട് നിരന്തരം അവരെ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി ആക്കാൻ പറഞ്ഞു. ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഒടുവിൽ തനിക്ക് ജന്മം തന്ന അമ്മ, തന്നെ വളർത്തി നിലയാക്കിയ അമ്മയെ അവൻ മറന്ന് അവരെ വൃദ്ധസദനത്തിൽ കൊണ്ടുവന്നാക്കി. വീട് വിട്ടിറങ്ങുമ്പോൾ ആ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഒരു ഇളങ്കാറ്റ് വന്ന് അവരെ തഴുകി തലോടിപ്പോയി. അത് തൻ്റെ ഭർത്താവിൻ്റെ തൂവൽ സ്പർശമാണെന്ന് എന്നവർക്ക് തോന്നി. 10 വർഷമായി ലക്ഷ്മിയമ്മ വൃദ്ധസദനത്തിലെത്തിയിട്ട് ഒരു പ്രാവശ്യം പോലും അഹാൻ അവരെ ഒന്ന് കാണാനോ അന്വേഷിക്കാനോ മനസ്സ് കാണിച്ചില്ല. ഏങ്ങി കരയുന്ന അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ അവിടെയുള്ളവർക്ക് വാക്കുകളില്ലായിരുന്നു. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തീരുകയാണ് കേട്ടോ. ഒത്തിരി സ്നേഹത്തോടെ സന്തോഷത്തോടെ നിങ്ങളുടെ സ്വന്തം കഥാലോകം.